Hey guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ. 10ാം ക്ലാസ്സിൽ 40 മാർക്കിൻ്റെ പരീക്ഷ 1.5 മണിക്കൂർ മാത്രം എഴുതിയിരുന്ന മലയാളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ +1ലേക്ക് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കുന്ന മലയാളം എടുത്തിരിക്കുന്ന കുട്ടികൾക്ക് 2.5 മണിക്കൂർ പരീക്ഷയുണ്ട്. ലാംഗ്വേജിന് 2.5 മണിക്കൂർ പരീക്ഷയുണ്ട്. 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 150 മിനിറ്റുകളാണ്. ഈ 150 മിനിറ്റ് കൊണ്ട് 80 മാർക്കിന് എഴുതി തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് +1ലെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയാറുള്ളത്. നിങ്ങൾക്കത് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം നിങ്ങൾ ഓണപ്പരീക്ഷ എഴുതാത്തവരാണ്. കേവലം 10ാം ക്ലാസ്സിൽ പോയി മാത്രം പരീക്ഷ എഴുതിയിരുന്ന 40 മാർക്കിന് 1.5 മണിക്കൂർ എക്സാം ഹാളിലിരുന്ന് പരീക്ഷ എഴുതിയിരുന്ന നിങ്ങൾ ഇപ്പോൾ ഇതാ ആദ്യമായിട്ട് 80 മാർക്കിൻ്റെ ലാംഗ്വേജ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതും 2024ലെ ആദ്യത്തെ പരീക്ഷ, ഓണപ്പരീക്ഷ നടക്കാത്തത് കൊണ്ടുള്ള ക്രിസ്മസ് പരീക്ഷയുടെ ആദ്യത്തെ പരീക്ഷ. നാളെ തിങ്കളാഴ്ച നിങ്ങൾ ഹാളിൽ പോയിരുന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ കംപ്ലൈൻറ്റ്സ് കുറയ്ക്കണം. എന്ത് കംപ്ലൈൻറ്റ്? സർ, സമയം കിട്ടിയിട്ടില്ല, ചോദ്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു, എന്നാൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കാരണം എൻ്റെ സമയം എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കംപ്ലൈൻറ്റ് എങ്ങനെ ഒഴിവാക്കാം? അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. കാരണം ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം കൺസ്യൂം ചെയ്തുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കും. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, നമുക്കത് നോക്കിയാലോ? യെസ്, നിങ്ങളുടെ 80 മാർക്കിന് 2.5 മണിക്കൂർ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉള്ള പരീക്ഷയിൽ 15 മിനിറ്റ് സമാശ്വാസ സമയമുണ്ട്. ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കാം. ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി പറയുന്നുണ്ട്, ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. അതായത് സ്കോർ നോക്കിയിട്ട് അതിനനുസരിച്ച് സമയം ഉപയോഗിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ സമയം കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക, സ്കോറും സമയവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഞാൻ പറയാൻ പോകുന്നത്. കൃത്യമായി ശ്രദ്ധിച്ച്, ഇതാണ് നിങ്ങളുടെ ചോദ്യവും മാർക്കും ഉണ്ടാകുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അതായത് 4 ചോദ്യങ്ങളായിരിക്കും ആദ്യത്തെ സെക്ഷനിൽ ഉണ്ടാവുക. 4 ചോദ്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 4 ചോദ്യങ്ങൾ കൃത്യമായിട്ട് 2 മാർക്ക് യൂസ് ചെയ്യണം. പിന്നെ 3 ചോദ്യങ്ങൾ, പിന്നെ 5 ചോദ്യങ്ങൾ, 4 ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾ, 8 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 6 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 4 മാർക്കുണ്ട്, 2 മാർക്കുണ്ട്, പല രീതികളിലുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസിൽ നിന്ന് 4 ചോദ്യങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് MCQ ടൈപ്പാണ്. ആ 5 മാർക്ക് 5 ചോദ്യങ്ങൾ ആ 5 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. ആ 4 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക്, ടോട്ടൽ മാർക്ക് എത്രയാണ്? ഒരു ചോദ്യത്തിന് 2 മാർക്കാണെങ്കിൽ 4 ചോദ്യത്തിന് ടോട്ടൽ കിട്ടുന്ന മാർക്ക് 8 മാർക്കാണ്. ഇനി അടുത്ത സെക്ഷനിൽ 4 ചോദ്യം ഉണ്ടാകും. അതിൽ നിന്ന് 3 നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതും ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് തന്നെയാണ്. 3 × 2 6 മാർക്ക്. അടുത്ത 7 ചോദ്യങ്ങളിൽ നിന്ന് 5 നിങ്ങൾ തിരഞ്ഞെടുത്തെഴുതണം. ഒരു ചോദ്യത്തിന് 4 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ 5 ചോദ്യങ്ങൾക്ക് എത്ര മാർക്കാണ്? 5 × 4 20 മാർക്കാണ്. അടുത്ത 5 ചോദ്യങ്ങളിൽ നിന്ന് 4 എഴുതണം. ആ 4 ഒരു ക്വസ്റ്റ്യൻ തന്നെ 6 മാർക്കിനാണ്. അങ്ങനെ 6 × 4 24 മാർക്കിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇനി ഒരു പാരഗ്രാഫ് ടൈപ്പ് ചോദ്യം ഉണ്ടാകും. ഒരു പാരഗ്രാഫ് തന്നിട്ട് ABC 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ 3 ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചോദ്യം ഉണ്ടാകും. പിന്നെയോ 2 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എത്ര ക്വസ്റ്റ്യൻസിൽ നിന്ന്? 3 8 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ 2 8 മാർക്കിൻ്റെ അറ്റൻഡ് ചെയ്താൽ 2 × 8 16 മാർക്ക്. സോ ടോട്ടൽ നിങ്ങൾക്ക് 80 മാർക്ക് സ്കോർ ചെയ്യാൻ ഇങ്ങനെയാണ് നിങ്ങൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത സംശയം, ഇത്രയും ചോദ്യങ്ങൾ എങ്ങനെ ഞാൻ, പ്രത്യേകിച്ച് 6 മാർക്കും 8 മാർക്കും 4 മാർക്കൊക്കെ ഒരുപാട് വരുമ്പോൾ, സാർ എങ്ങനെ ഞാൻ 2.5 മണിക്കൂർ ഇരുന്നിട്ട് പരീക്ഷ എഴുതുക? നിങ്ങൾ 2.5 മണിക്കൂർ എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് സമയമുണ്ട്. പക്ഷേ 150 മിനിറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ സമയമില്ല. 80 മാർക്ക് കിട്ടണമെങ്കിൽ 150 മിനിറ്റ് മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരാ. 80 മാർക്ക് കിട്ടാൻ ജസ്റ്റ് ഒന്ന് 80നെ 2 കൊണ്ട് ഗുണിച്ച് നോക്ക്, അപ്പോഴും വേണം 160 മിനിറ്റ്.
സോ 150 മിനിറ്റുകളെ എങ്ങനെയാണ് ഞാൻ കൃത്യമായി ഉപയോഗിക്കുക, അതും കൂടി MS ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൃത്യമായി നോക്കിക്കോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ കൃത്യമായിട്ട് ചോദ്യം വായിക്കുമ്പോൾ മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട് ആ ചോദ്യങ്ങൾ വായിക്കുക. ചോദ്യങ്ങൾ കംപ്ലീറ്റ് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ വായിക്കുക. ഇനി അതിൽ ഏതൊക്കെ ആദ്യം എഴുതണം അവസാനം എഴുതണം എന്ന് നിങ്ങൾ തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. ആ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളതല്ല. എക്സാം ഹാളിൽ നിന്ന് പരീക്ഷാ പേപ്പറിൽ എഴുതാനുള്ളതല്ല 2.5 മണിക്കൂർ. ആ 2.5 മണിക്കൂറിനെ കേവലം നിങ്ങൾക്ക് എത്ര ചുരുക്കാൻ പറ്റും അതുകൂടി ഒരു പ്രായോഗിക ബുദ്ധിയുള്ള കുട്ടി ചെയ്യണം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, ആൻസർ ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മുമ്പിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് വായിച്ച് തീർത്തിട്ട് അതിലേതൊക്കെ ഞാൻ ആദ്യം എഴുതണം, ഏതൊക്കെ എനിക്കറിയില്ല, ഇപ്പം എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടാവും. ഇനി ഓരോ മാർക്കും എങ്ങനെ അറ്റൻഡ് ചെയ്യണം കൃത്യമായി നോക്കിക്കേ, ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ 5 ചോദ്യങ്ങളിൽ നിന്ന് 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണമല്ലോ. അതിൽ ഒരു ചോദ്യത്തിൻ്റെ മാർക്ക് എത്രയാണ്? 2 മാർക്കാണ്. ആ 2 മാർക്കിൻ്റെ ചോദ്യം ഞാൻ എന്ത് തരാം നിങ്ങൾക്ക്? 4 മാർക്ക് 4 മിനിറ്റ് ആക്കി തരാം. അതായത് 2 മാർക്കിന് നിങ്ങൾ പകരം എന്ത് ചെയ്യുക, ഡബിളായിട്ട് 2 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട സമയം 4 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 8 മാർക്ക് കിട്ടൂലേ? അപ്പോൾ 4 ചോദ്യങ്ങൾക്ക് എത്ര സമയം എടുക്കും? ഒരു ചോദ്യത്തിന് 2 മിനിറ്റ്, 2 മാർക്കാണെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് എടുക്കേണ്ട സമയം 4 മിനിറ്റാണ്. 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 4 മിനിറ്റ്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ തന്നെ എത്ര ചോദ്യങ്ങളുണ്ട്? 4 ഉം 3 ഉം 7 ചോദ്യങ്ങളുണ്ട്. 4 ഉം 3 ഉം 7 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ 7 ചോദ്യങ്ങൾക്കും കൂടി നിങ്ങൾ 4 മിനിറ്റ് വീതം കൊടുക്കുമ്പോൾ 28 മിനിറ്റാണ് നിങ്ങൾക്ക് ടോട്ടൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഏതൊക്കെ? ഈ 9ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ 28 മിനിറ്റ് വേണം. മനസ്സിലായില്ല? ഒന്നുകൂടി ശ്രദ്ധിച്ചേ. 5ഉം 4ഉം കൂട്ടി എത്രയാടാ? 9 അല്ലേ? ആ 9 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ എഴുതിയാൽ മതി? 4 + 3 7 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. 7 ചോദ്യങ്ങൾക്കും എത്ര മാർക്കാ? 2 മാർക്കാണ് കിട്ടുക. അപ്പോൾ 2 മാർക്കിൻ്റെ 7 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡബിൾ മിനിറ്റ് എഴുതണം. അതായത് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 4 മിനിറ്റ് വേണം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ 7 ക്വസ്റ്റ്യൻസ് വരുമ്പോഴോ 4 × 7 28 മിനിറ്റ് വേണം നിങ്ങൾക്ക് ഈ 4 ഉം 3 ഉം 7 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ഇനി അടുത്ത സെക്ഷൻ നോക്കിക്കേ. 5 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതാനുണ്ട് 4 മാർക്കിൻ്റെ. 5 ചോദ്യങ്ങൾ എഴുതാനുണ്ട് 4 മാർക്കിൻ്റെ. 4 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ എത്ര? 4 മാർക്കിൻ്റെ ഡബിൾ 8 അല്ലേ? സോ 8 മിനിറ്റ് സമയം നിങ്ങൾക്ക് എടുക്കാം 4 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന്. അപ്പോൾ 5 ചോദ്യങ്ങൾക്കോ 5 × 8 40 മിനിറ്റ് സമയം വേണം അടുത്ത സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 5 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ എത്ര മിനിറ്റ് വേണടാ? 40 മിനിറ്റ് വേണം. ഇനി അടുത്ത 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട് 6 മാർക്കിൻ്റെ. അപ്പോൾ ഒരു 6 മാർക്കിൻ്റെ ചോദ്യത്തിന് എത്ര സമയം എടുക്കാം? 12 മിനിറ്റ് എടുക്കാം. അപ്പം 4 ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ 4 × 12 48 മിനിറ്റ്. ഇനി അടുത്തൊരു 6 മാർക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ട്, അതിന് നിങ്ങൾ 12 മിനിറ്റ് എടുക്കുക, അതിന് ഡബിൾ മിനിറ്റ്. ഇനി 2 ചോദ്യങ്ങളുണ്ട് 8 മാർക്കിൻ്റെ. അപ്പോൾ ഒരു 8 മാർക്കിൻ്റെ ചോദ്യത്തിന് എത്ര സമയം വേണം? അതിൻ്റെ ഡബിൾ എത്ര? 16 മിനിറ്റ്. അപ്പോൾ 2 8 മിനിറ്റ് ആകുമ്പോഴോ 32 മിനിറ്റ്. സോ ഈ 32 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് അറ്റൻഡ് ചെയ്യാം? 2 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ കൂട്ടി വരുന്ന സമയത്ത് ടോട്ടൽ വരുന്ന മിനിറ്റ് എന്ന് പറയുന്നത് 160 മിനിറ്റാണ്. പക്ഷേ നമ്മളെ കയ്യിൽ എത്ര മിനിറ്റേ ഉള്ളൂ? 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 150 മിനിറ്റേ ഉള്ളൂ. സോ ബാക്കി 10 മിനിറ്റ് എവിടെ നിന്ന് കിട്ടും? ഇവിടെ നോക്കിക്കേ. ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ഉണ്ടെങ്കിലും അത് MCQ ടൈപ്പ് അല്ലേ? MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത 3 ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെതാണ്. ഓക്കെ, ഒരു 1-2 വാക്യത്തിൽ എഴുതാനല്ലേ? സോ തീർച്ചയായിട്ടും 4 + 3 ഈ 7 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 28 മിനിറ്റ് വേണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് നിങ്ങൾ മാക്സിമം എത്ര മിനിറ്റ് എടുക്കാവൂ? ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ നിങ്ങളെടുത്തോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഹാളിൽ 2.5 മണിക്കൂർ കൊണ്ട് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാം. 80 മാർക്കിനുള്ള സ്കോർ കിട്ടി. 80 മാർക്കിലുള്ള ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പറയും, സാർ
4 മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് 8 മിനിറ്റ് മതിയോ? മതി. ഒരു അരപ്പുറം എഴുതാനാണ് 4 മാർക്കിൻ്റെ ചോദ്യം. അരപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു പേജിനൊരു ഭാഗം തന്നെയാണ്, അത്ര മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറേ എഴുതിയാൽ കുറേ മാർക്ക് കിട്ടുമെന്ന ചിന്താഗതി 10ാം ക്ലാസ്സിലൊക്കെ ആരോ നിങ്ങളെ പഠിപ്പിച്ച് വെച്ചതാണ്. പക്ഷേ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ നിങ്ങൾക്കറിയാം, കുറച്ച് എഴുതിയവനും 12 അഡീഷണൽ ഷീറ്റ് എടുത്തവനും 1 അഡീഷണൽ ഷീറ്റ് എടുക്കാത്തവനും A+ കിട്ടിയില്ലേ? കാര്യം മലയാളത്തിന് അഡീഷണൽ ഷീറ്റുകളുടെ എണ്ണം കൂട്ടുന്നവനല്ല മാർക്ക്. നിങ്ങളോട് എഴുതാൻ പറഞ്ഞത് മാത്രം എഴുതുക, അവിടെയാണ് നിങ്ങൾക്ക് മാർക്ക്. അതിൽ കൂടുതൽ എഴുതിയാൽ നിങ്ങൾക്ക് ഓൾറെഡി 80 മാർക്ക് കിട്ടി, പിന്നെ അതിൻ്റെ മുകളിൽ ഇനി ഇടാനില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് അഡീഷണൽ ഷീറ്റുകൾ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മറ്റുള്ളവരുടെ ആ ക്ലാസ് റൂമിൽ നിന്ന് ഷോ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, വലുതാക്കി എഴുതിയിട്ട് പാരഗ്രാഫൊക്കെ ആകുമ്പോൾ കുറേ വിട്ടിട്ട് എഴുതുക, അതിലൊന്നും ഒരർത്ഥമില്ല. നിങ്ങൾക്ക് എന്താണോ ആ ചാപ്റ്ററിനെ കുറിച്ചോ അല്ലെങ്കിൽ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഴുതാനുള്ളത് അത് എഴുതുക. കാര്യം മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും പരീക്ഷകളെല്ലാം നിങ്ങളുടെ വർണ്ണനകളാണ്, നിങ്ങളുടെ ചിന്തകളാണ്, നിങ്ങളുടെ വിവരമാണ്. ഓക്കെ, അല്ലാതെ കാണാതെ പഠിച്ചെഴുതുന്ന സിസ്റ്റമല്ല ലാംഗ്വേജുകൾക്കുള്ളത്, അത് സയൻസ് ലാംഗ്വേജുകൾക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇതുപോലെ സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 നാളത്തെ പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ടൈം കിട്ടിയില്ല സാർ എന്ന മറുപടി നിങ്ങൾക്ക് ഒഴിവാക്കാം, എന്നൊരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാം. സോ റെഡിയാണല്ലോ? ഇതുപോലെ സമയം നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോയിൽ പറഞ്ഞ കാര്യം ചിലപ്പോൾ മാത്സ് ആയതുകൊണ്ട് എനിക്കറിയാം, 10ാം ക്ലാസ്സിൽ നിങ്ങളെ മാത്സ് പഠിപ്പിച്ച് നമ്മളൊക്കെ തന്നെ അല്ലേ, മാത്സ് ആയതുകൊണ്ട് ചിലപ്പോൾ കത്താൻ പണിയെടുക്കും. അതുകൊണ്ട് ഒന്ന് കൂട്ടി നോക്കുക. സാർ ഇത്രേ പറഞ്ഞുള്ളൂ, ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 4 മിനിറ്റ്, ഡബിൾ മിനിറ്റ് എടുക്കുക. അപ്പോൾ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര മിനിറ്റ് എടുക്കണം? 16 മിനിറ്റ് എടുക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ രാത്രി പിന്നെ 7 മണിക്ക് ലൈവ് ഉണ്ട്, പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ്. ആ ലൈവിലേക്ക് എല്ലാവരും വരും കേട്ടോ. ഓക്കെ, സെറ്റാണല്ലോ? സോ MS-ൻ്റെ പ്രൊഡിക്ഷൻ വീഡിയോ വരുന്നുണ്ട്, ആപ്പിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ആപ്പിൽ നമ്മുടെ പ്രൊഡിക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട്. മലയാളം പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ആ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ വരാൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് അറിയാലോ, രാത്രിയാണ് വീഡിയോ പബ്ലിക് ആക്കുക. എന്തൊക്കെയായിരുന്നാലും ശരി, ലൈവിലേക്ക് നിങ്ങൾ വരിക. ലൈവിൽ ഈ പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് 27 പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ജോബിൻ സാർ വരും. തീർച്ചയായിട്ടും നിങ്ങൾ ലൈവിലേക്ക് വരും കേട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന്, വേറെ സൊല്യൂഷൻസ്. ബൈ.